ദാ ഇന്ന് ചക്കക്കുരുവും മാങ്ങായും കൂടിയുള്ള കറിയാണേ. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല രുചിയുമാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ പുറത്തെ വെള്ളത്തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ കരിന്തൊലിയും കളഞ്ഞ് ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പം വട്ടത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം മാങ്ങായ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വീടിൻ്റെ മുകളിൽ കയറി മാങ്ങ പറിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി മാങ്ങ കിടപ്പുണ്ട്. അപ്പം ഞാനിതിൽ നിന്ന് ഒരു മാങ്ങ തല്ലി താഴോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ആ മാങ്ങ വീണിട്ടുണ്ട്. എനിക്ക് 2 മാങ്ങായും കിട്ടിയിട്ടുണ്ട്. അപ്പം ദാ തിരിച്ച് വന്നപ്പം ചക്കക്കുരു വെന്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഞാൻ ഒന്ന് ഒരു തവി വെച്ച് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നാലേ ആ കറിക്കൊരു കൊഴുപ്പ് വരുന്നുള്ളൂ. അപ്പം ഇനിയിപ്പം ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അതിനായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പം അരപ്പിനായിട്ട് തേങ്ങായ, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം മാങ്ങ വെന്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്നുകൂടി ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇതിനകത്തോട്ട് ഞാൻ കടുകും ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തിടുന്നുണ്ട്. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം.